നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് പിള്ളേരെ കാണാനും അവർക്ക് ഭക്ഷണം കൊടുക്കാനും അവരോട് കുറച്ച് നേരം സമയം ചെലവഴിക്കാനുമായിട്ട് ഇറങ്ങിയതാണ്. ഡോണ് മേന് കാല് വയ്യായിരിക്കുന്നു. ബെല്ലമോള് കുളിച്ച് സുന്ദരിയായിട്ട് ഇന്നിരിക്കുന്നു. അപ്പോൾ ഡോണ് ഭയങ്കര ക്ഷീണമായിട്ട് കിടക്കുന്നു. അപ്പോൾ അവൻ്റെ അടുക്ക കുറച്ച് നേരം ഇരിക്കാൻ അവന് സന്തോഷം കണ്ടോ. ഇനി അവനെ കുറച്ച് അസൂയം കുശുമ്പൊക്കെ കാണിക്കും. വേറെ ആരെയും തൊടാൻ സമ്മതിക്കത്തില്ല. അങ്ങനെയൊക്കെയുള്ള കുരുത്തക്കേടുകളൊക്കെ കയ്യിലുണ്ട്. പിങ്കി വന്നിട്ടുണ്ട്. ഡോണിനെ പിടിക്കുന്ന കണ്ടുകൊണ്ട് പിങ്കി വന്നിട്ടുണ്ട്. അത് കണ്ടുകൊണ്ട് അസൂയ മൂത്ത് ഡോണ് വന്നിട്ടുണ്ട്. വേറെ ആരെയും തൊടരുതെന്നുള്ള രീതിയാണ് അവൻ്റെ കയ്യിലുള്ളത്. ഉണ്ടേ അവൾക്ക് പിങ്കിയുടെ പണിയുണ്ടോ, അവനെ ഓടിക്കാൻ വേണ്ടി കടിക്കുക. അവനടുക്ക വന്നതിന് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അവനോട് ഓടെന്ന് പറഞ്ഞിട്ട് കടിക്കുക. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അസൂയം കുശുമ്പുക. എന്താ കടിക്കുക. ഡോൺ എന്നെ അടുക്ക വരുന്നതിന് കടിക്കുക. ഇതാണ് അതിൻ്റെ എല്ലാം പരിപാടി. ഒരാളിനെ പിടിക്കുമ്പോൾ അടുത്ത ആളിനെ അങ്ങോട്ട് പിടിക്കത്തില്ല. പിങ്കി ഉമ്മയൊക്കെ തരുന്നുണ്ട്. എന്താ ഡോണും വരുന്നു ഉമ്മയൊക്കെ തരാനാ. വീണ്ടും അവൾ കടിച്ചോടിക്കുന്നു നോക്ക്. എൻ്റെ ചെറുക്കനെ കടിച്ചോടിക്കുന്നു നോക്ക്. നല്ല രീതിയിൽ കടിക്കുന്നുണ്ട്. അവനൊന്നും തിരിച്ച് ചെയ്യത്തില്ല. അതാണ് ഇവരെയൊക്കെ അവരാരെയും തൊടരുത്, എന്നെ തൊടുമ്പോൾ എൻ്റെ കൈ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ടോ, കൈ പിടിച്ച് അവൻ്റെ ദേഹത്ത് തന്നെ കൊണ്ടുപോകുന്നു നോക്ക്. അവരാരെയും തൊടരുതെന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ച് അവൻ കൊണ്ടുപോവുക. പിങ്കിച്ച് പള്ളു പറഞ്ഞ് ചെറുക്കനെ എന്തിനാ കടിച്ചതെന്ന് ചോദിച്ചപ്പോൾ അവൾ അതിനേക്കാളും ഇതായിട്ടിരിക്കുന്നു. മടി കയറി കിടക്കാനുള്ള വകുപ്പാണ്. അങ്ങാണ്ട് ഇന്ന് ദൂരെ ഇന്ന് കണ്ടുകൊണ്ട് ഓടി വന്നേ ഇത്. വേറെ ആരും തൊടരുത്, അവനെ മാത്രമേ സ്നേഹിക്കാവുള്ളൂ, അവനെ മാത്രമേ തൊടാവുള്ളൂ. അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. പിങ്കി കൈ കൊണ്ട് പിടിക്കുന്നു അവനെ തൊടാതിരിക്കാൻ. മുറു ഇന്ന് ഡ്രസ്സ് ചെയ്തില്ല, ഇനി നാളെ ഡ്രസ്സ് ചെയ്യുക. മുറു കുഴപ്പമില്ല, കരിയുന്നുണ്ട്. ഒരാളും കൂടി ഇല്ലാതെ അതഴിച്ച് ഡ്രസ്സിങ് നടക്കത്തില്ല. നാളെ വൈകിട്ടാണ് മോനുമായിട്ട് വന്നിട്ട് ഡ്രസ്സ് ചെയ്യുക. അവനങ്ങനെ കിടന്നു കയറത്തില്ല. ഒരാൾ കാലേ പിടിക്കണം, അല്ലെങ്കിൽ തലയിൽ പിടിക്കണം. എന്നാൽ മാത്രമേ ഡ്രസ്സിങ് നടക്കത്തുള്ളൂ. അല്ലെങ്കിൽ കാലഴിച്ച് കഴിയുമ്പോൾ ഇറങ്ങി ഓടിയോ എല്ലാം ചെയ്താൽ മണ്ണ് കയറിപ്പോയാൽ പിന്നെ വലിയ പാടാന്ന് അവർ പ്രത്യേകം പറഞ്ഞാൽ വിട്ടേക്കുന്നത്. എന്താ പിങ്കിച്ച് കിട്ടിയ അവസരം അവൾ തല വെച്ച് കിടന്ന് ഉറങ്ങാനായിട്ട് വന്നേ. പങ്കി എടുക്ക പോവുക. പങ്കി നല്ല കടിയും കൊടുക്കുക. വെല്ലേ കുളിപ്പിച്ച് അഴിച്ചു വിട്ടില്ല. 2 ദിവസമായിട്ട് കൂട്ടില്ല. ദേഹമെല്ലാം ഒന്ന് ഉണങ്ങിയിട്ട് അഴിച്ചു വിടാം. പങ്കിയെ തൊടാനും അവൻ സമ്മതിക്കുന്നില്ല. നോക്ക്, അവൻ വന്ന് കയറി നോക്ക്. ഇടങ്ങേറി അവനെ പിടിച്ച് തെള്ളിയിട്ട് പോലും അവൻ പോകുന്നില്ല. ആരെയും തൊടരുത്, അവനെ മാത്രമേ തൊടാവുള്ളൂ. അവൻ ഇടക്കോട്ട് വന്നാൽ കയറുക. പിള്ളേരെ തൊടാനേ അവൻ സമ്മതിക്കത്തില്ലെന്നുള്ളതാണ്. ചെറുക്കൻ ഇച്ചിരി ഉടഞ്ഞിട്ടുണ്ട്, ഇച്ചിരി ക്ഷീണിച്ചിട്ടുണ്ട്. അതെ, അവളെ പിടിക്കാൻ ചെന്നപ്പോഴും അവൻ വരുക. ഫുഡ് കഴിക്കുന്നില്ല. ഡോണിന് ഇന്നലെ മുട്ടയും ഇറച്ചിയൊക്കെ കൊണ്ട് കൊടുത്ത് കുറച്ചേ കഴിച്ചുള്ളൂ. ചോറ് കഴിക്കുന്നില്ല. അതൊക്കെ മുട്ടയും ഇറച്ചിയൊക്കെ കഴിച്ച് ചോറ് അധികം കഴിക്കുന്നില്ല. പിന്നെ 2-3 ദിവസമായിട്ട് ഫുഡ് ഇപ്പോൾ രാവിലെ വന്നപ്പോൾ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അവനൊന്ന് ക്ഷീണം മാറ്റണമെങ്കിൽ ഗുളികയെല്ലാം തീർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓയിൽമെൻറ്റ് മാത്രമേ ഉള്ളൂ. ഇത് മുറിവൊന്ന് പുറത്തിട്ട് വേണം തൈറോയിഡിൻ്റെ മരുന്ന് കൊടുത്ത് തുടങ്ങാൻ. അതുകൊണ്ടാണ് അത് കൊടുക്കാഞ്ഞത്. അതുമല്ല അവനെ ഫുഡൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച്. 6 ഗുളിക വീതം കൊടുത്തുകൊണ്ടിരുന്നേ. മഴ പെയ്യാതിരുന്നാൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ പിള്ളേരെല്ലാം അലമ്പാവും. പരിസരവും എല്ലാം ചെളിയായിട്ട് കിടക്കുന്നതുകൊണ്ട്
അവൻ്റെ കാല് കെട്ടുന്നതെന്ന് പറഞ്ഞാൽ വലിയ പാടുപെട്ട. ആദ്യം കോട്ടനും പഞ്ഞിയെല്ലാം കൂടെ വെച്ചിട്ട് പിന്നെ അതിൻ്റെ പുറത്ത് ടേപ്പ് ഒട്ടിക്കുക, പേപ്പർ ടേപ്പ്. അത് കഴിഞ്ഞ് പിന്നെ കോട്ടൺ ചുറ്റും, അത് കഴിഞ്ഞ് ടേപ്പ് ഒട്ടിക്കും. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഏതെങ്കിലും തുണി, കോട്ടൺ തുണി വെച്ച് കെട്ടുക. അത് കഴിഞ്ഞ് ടേപ്പ് ഒട്ടിക്കും. പിന്നെ ഒരു പ്ലാസ്റ്റിക് കവറും വെക്കുക. കാരണം പേടിച്ചിട്ട് ഇനി മണ്ണ് കയറരുതെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. മണ്ണ് കയറി കഴിഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള രീതിയാണ് അവർ പറഞ്ഞേക്കുന്നത്. അത്രയ്ക്ക് വലിയൊരു ഹോളല്ലായിരുന്നു. ആ ഹോളൊക്കെ ഇപ്പോൾ അങ്ങ് നികന്ന് ആ മേളിൽ കാണുന്ന മുറിവ് മാത്രമേ ഉള്ളൂ. കാലിൻ്റെ അടിയിൽ, കാലിൻ്റെ വെള്ളയ്ക്കുണ്ടായിരുന്ന മുറിവൊക്കെ പോയി. അതുകൊണ്ട് പേടിച്ചിട്ട് നല്ല രീതിയിൽ കെട്ടി വെച്ചേക്കുക. ഇനിയിപ്പോൾ നാളെ നമുക്ക് ഡ്രസ്സ് ചെയ്യാം. ഒരാളും കൂടി ഇല്ലാത്തതുകൊണ്ടാണ്. നാളെ ഇനി വൈകിട്ടാണ് മോനുമായിട്ട് വന്നിട്ട് ഡ്രസ്സിങ് നടക്കത്തുള്ളൂ. മറ്റേനാൾ അതിൻ്റെ അടുത്ത് മോള് വരും. അന്നേരം വെയിലുണ്ടെങ്കിൽ എന്നെ എല്ലാം കുളിപ്പിക്കണമെന്നും പറഞ്ഞിരിക്കുക. ചോറ് കൊടുക്കുക. ബെല്ലപ്പുറത്ത് കിടന്ന് വെള്ളം വെച്ചുകൊണ്ടിരിക്കുക. ഇവരുടെ അടുക്ക് മാത്രമല്ല നിൽക്കുന്നോളൂ. അവിടെ അടുക്കലോട്ട് ചെല്ലുന്നില്ല എന്നും പറഞ്ഞ്. ആ കാലെ പ്ലാസ്റ്റിക് വെച്ച് കെട്ടിയില്ലെങ്കിൽ അവനുള്ള ചെളിയിലെല്ലാം പോകുന്നുണ്ട്. എന്തായാലും ആ പ്ലാസ്റ്റിക് വലിച്ച് കീറിയിട്ടില്ല. പ്ലാസ്റ്റിക് വെച്ച് കെട്ടിയിട്ട് അതിൻ്റെ പുറത്തും പേപ്പർ ടേപ്പ് ഒട്ടിച്ചേക്കും. അതുകൊണ്ട് അത് ഇളക്കി കളഞ്ഞിട്ടില്ല. എന്തായാലും അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. നടക്കാൻ ചെറിയ ബുദ്ധിമുട്ടിട്ടുള്ളൂ, വലിയൊരു കെട്ടായതുകൊണ്ട്. അല്ലാതെ നമ്മളിപ്പോൾ എന്തോ ചെയ്യാനാ? ഇത് മണ്ണും ചെളിയും കയറാതിരിക്കാനല്ല നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. കൂട്ടിലിടാൻ പറ്റത്തില്ല ഒരു കാരണവശാലും. അവൻ വേളം വെക്കും, ഭയങ്കരമായിട്ട് വേളം വെക്കുക. അയലത്തുകാർക്ക് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് കൂട്ടിലിടാതെ അഴിച്ചു വിട്ടിട്ട് കവറും ചുറ്റി വെച്ചുകൊണ്ട് നടക്കുന്നത്. കൊണ്ടാണ്. ഫുഡ് നല്ലപോലെ എടുത്ത് തുടങ്ങിയില്ല ഡോണ്. ഇറച്ചിയോ മീനൊക്കെ കൊടുക്കുന്നത് അത് മാത്രമേ കഴിക്കുന്നുള്ളൂ. ചോറ് വലുതായിട്ട് കഴിക്കുന്നില്ല. ഇപ്പം പിന്നെ ചൂട് ചോറാണ്, അതുകൊണ്ട് ഇപ്പോൾ അനങ്ങത്തില്ല. ചൂടോടെ കൊണ്ടുവന്നത്. ബെല്ലയ്ക്ക് കൊടുക്കാൻ കാക്കയും വന്നിട്ടുണ്ട്. പങ്കിക്ക് വിശപ്പുണ്ടെന്ന് തോന്നുന്നു. പങ്കി അങ്ങ് കഴിക്കുന്നു കേട്ടോ. ചൂടായിട്ടു തിളച്ച വഴുതിയിരിക്കുക. കുക്കറിനകത്ത് നിന്ന് ഇങ്ങോട്ട് ഇറക്കിയതേ ഉള്ളൂ. ബാക്കി ആരും കഴിക്കുന്നില്ല. ടോണ് കറക്കമൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ക്ഷീണമുണ്ട് ടോണിന്. ഇടയൊക്കെ ചൊട്ടിക്കിടക്കുക. നല്ലപോലെ കാലൊന്ന് പുറത്തിരുന്നെങ്കിൽ അവനെയും കുളിപ്പിച്ച് വൃത്തിയാക്കിയൊക്കെ എടുക്കാമായിരുന്നു. മഴയൊന്നും തോന്നി കിട്ടിയാൽ മതിയായിരുന്നു. പിള്ളേർക്ക് നല്ല രീതിയിൽ കിടന്ന് ഓടിച്ചാടി നടക്കാമായിരുന്നു. വീണ്ടും മഴയാണെന്ന് പറയുന്നു. ടോണ് പങ്കിടം പിങ്കിടം കയ്യിൽ നിന്ന് കടിയും മേടിച്ചുകൊണ്ട് നടക്കുകയാണ്. അവരെ സ്നേഹിക്കാൻ ചെല്ലുന്നത് അവർ പക്ഷേ വിടത്തില്ല. ബെല്ല അഴിച്ചു വിട്ടിരുന്നെങ്കിൽ ഇപ്പോൾ കാണാമായിരുന്നു വേളം. കൂട്ടി തന്നെ നടക്കുക. പിന്നെ നമ്മൾ വരുന്ന ഉടനെ കൂട്ടിൽ നിന്ന് പുറത്തോട്ട് തൊടലിട്ട് പുറത്തോട്ട് വിടും. ഊരാനും എടുക്കാനൊക്കെ പോയിട്ട് അന്നേരം വന്നാൽ കയറും. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ചോദിക്കുന്നുണ്ട്. മുറു കരിഞ്ഞിട്ടുണ്ട്. കാലിൻ്റെ വെള്ളയ്ക്കുള്ളത്തെ മുറു കരിഞ്ഞിട്ടുണ്ട്. പിന്നെ പുറത്തുള്ള ഒരു 2 മുറിവുണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം കുറച്ച് ഇതുണ്ട്. അതിന് മരുന്ന് വെച്ചുകൊണ്ടിരിക്കുക നമ്മൾ. മൂന്നെണ്ണം കൂടെ കിടക്കുന്ന നോക്ക്. വല്ല വിരളിയായിട്ട്, അല്ലെങ്കിൽ അവളെ അഴിച്ചു വിട്ടാൽ ഇതേപോലെ ഇവിടെ കിടന്നേനെ. ആ കുഞ്ഞല്ലയോ, അതിൻ്റെ ആ വിരളിത്തരം കാണും. അത് പിന്നെ 4 കൂടെ കടിയും ബഹളമായാൽ പിന്നെ ഇവിടെ ആരും ഇല്ലല്ലോ. അതുകൊണ്ട് ചോറ് വെച്ച് വെളി വെച്ചിട്ടുണ്ട്. തൂറാനും പെടുക്കാനും ഒക്കെ. കുളിച്ച് സുന്ദരിയായിട്ടിരിക്കുന്നുണ്ട്.
വിലയ്ക്ക് ടോണിക്കൊക്കെ കൊടുത്ത് വല്ല ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. ഡോണിനും കൊടുത്ത, പക്ഷെ അവനെ കഴിക്കുന്നില്ല. വയ്യാത്തോണ്ടായിരിക്കും. കാലിന് വേദന കാണും. വലിയൊരു കെട്ടാ, വേറെ മാർഗ്ഗമില്ല. ഇനിയിപ്പോൾ 2-3 ദിവസം കൂടെ എടുക്കുമ്പോൾ ചിലപ്പോൾ പൊറുക്കും. നാളെ അഴിച്ചു നോക്കാം, ഏറെക്കുറെ പുറത്ത് കാണും. ആ ഓയിൽമെൻറ്റ് നല്ലതാണ്, പെട്ടെന്ന് തന്നെ ആ കാലിൻ്റെ വെള്ളയ്ക്ക് വലിയൊരു തുരക്കം പോലെ ഇരുന്നില്ലയോ, അതങ്ങ് പൊറുത്തിട്ടുണ്ട്. ഇവൻ ആ കാലത്ത് തന്നെ എല്ലാം വരുന്ന ഉരുവെല്ലാം. ആ കാലിനാണെങ്കിൽ 2-3 വിരലേ ഉള്ളൂ, 2 വിരൽ കട്ടായി പോയത്. ഗേറ്റ് മറിഞ്ഞു വീണിട്ട് അത് മുറിഞ്ഞു പോയത്, കുഞ്ഞു പരുവത്തി. അന്ന് ഈ കെട്ടില്ലെങ്കിൽ അവൻ ഏന്തിയായിരുന്നു നടന്നുകൊണ്ടിരുന്നത് ചെറുതായിട്ട്. ഇപ്പോൾ കെട്ടും കൂടെ വന്നപ്പോൾ അവൻ മുടന്ത ഒന്നും കൂടെ കൂടിയെന്നുള്ളതാണ്. പിങ്കിച്ചിയൊക്കെ കിടക്കുന്നു നോക്ക്. എല്ലാം അവിടെ നിന്ന് വിളിക്കുക. അവരുടെ അടുക്കലല്ലേ കുറേ നേരമായിട്ട്, അതുകൊണ്ട് അവരുടെ അടുക്കലോട്ട് എല്ലാം അവളെ കിടന്ന് കയറ് പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ സുഹൃത്തുക്കളൊക്കെ മെസ്സേജ് ഇടുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. സന്തോഷം. പിള്ളേരെ പറ്റി തിരക്കുന്നുണ്ടല്ലോ, ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. വല്ല പോലെ ചില ദിവസം വീഡിയോ കണ്ടില്ലെങ്കിൽ ആൾക്കാർ തിരക്കുന്നുണ്ട്. എല്ലാവരും ഉണ്ട്, 4 പേരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളുള്ളിടത്തോളം കാലം അവർ സുഖമായിട്ട് തന്നെ ഇരിക്കും. അവർക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കാൻ എത്ര തിരക്കായാലും നമ്മൾ ഓടിയെത്തുന്നുണ്ട്. അവർ കുഴപ്പമൊന്നുമില്ലാതിരിക്കുന്നുണ്ട്. ടോണിൻ്റെ മുറിവൊന്ന് മാറിയാൽ മതി, അതുകൊണ്ട് നമുക്കൊരു ടെൻഷൻ. എന്തായാലും അത് കരിഞ്ഞ്. ഇന്നലെ മോള് വന്നായിരുന്നു, കൊണ്ടുപോകണമെന്നറിയാൻ വേണ്ടി വന്നത്. അപ്പോൾ കൊണ്ടുപോകണ്ട, കുഴപ്പമില്ല. മുറിവ് അടിവശമൊക്കെ കാലിൻ്റെ വെള്ളക്കലത്തെ മുറിവ് കരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനി മേളത്തത്, അത് പിന്നെ 2-3 പ്രാവശ്യം കൂടെ ഡ്രസ്സ് ചെയ്യുമ്പം അതങ്ങ് മാറാവുന്നതേ ഉള്ളൂ, കുഴപ്പമില്ല. അപ്പം നമ്മുടെ സുഹൃത്തുക്കളെല്ലാം തിരക്കുന്ന സന്തോഷം. വീണ്ടും നല്ലൊരു ദിവസം നേരുന്നു. വീണ്ടും നമുക്ക് കാണാം. നാളെ അതിന് കാലൊക്കെ ഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അപ്പം മുറിവൊക്കെ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. കേട്ടോ, മുറിവൊക്കെ നോക്കാം. ഡോണ് കണ്ട ചെറിയൊരു ക്ഷീണം അവൻ്റെ മുഖത്തുണ്ട്, അതങ്ങ് മാറും. ഭക്ഷണം നല്ലപോലെ കഴിക്കാത്തതുകൊണ്ടാണ്. ഇനിയിപ്പോൾ അവന് ഭക്ഷണമൊക്കെ കൊടുത്ത് അവനെ അങ്ങ് ജോറാക്കി എടുക്കാം. കാല് വയ്യാത്തതുകൊണ്ട് ഇപ്പം വേദന ഉള്ളത് കൊണ്ടായിരിക്കും അത്. അതുകൊണ്ട് ഒരുപാട് ഓട്ടമില്ല, ഇവിടെ കൂട്ടിക്കയറി വെല്ലമോളം അങ്ങ് ഡീസൻ്റായി കൂട്ടിക്കയറി അവിടെ കിടക്കട്ടെ. കാരണം ഇതിനും കൂടി ഇനി എന്തെങ്കിലും ഇത് വന്നു കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല രണ്ടിനെയും കൂടെ. അതുകൊണ്ട് അയാൾ കൂട്ടി കിടക്കട്ടെ കുറച്ച് ദിവസം. ഡോണിൻ്റെ മുറിവൊക്കെ പുറത്തിട്ട് നമുക്ക് പുറത്തിറക്കാം. അതുപോലെ മഴയൊന്ന് തോരട്ടെ, ചെളിയും അഴുക്കുമൊക്കെ ആകുമ്പോഴേ പിള്ളേർ പെട്ടെന്ന് ചെറിയ മുറിവായാലും മതി, ഇൻഫെക്ഷൻ ആകും. അപ്പം വീണ്ടും നല്ലൊരു ദിവസം നേരുന്നുകൊണ്ട് നാളെ കാണാം. ഓക്കെ, ബൈ.